പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഈ സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിലെ അതിമനോഹരമായ ഒരു വനയാത്രയിലേക്കാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ പത്തനംതിട്ട ജില്ലയിലെ ഗവി. അപ്പോൾ ഗവിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ ആവശ്യമാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണം, ഒരു ദിവസം 20-25 വാഹനങ്ങളെ മാത്രമേ അതിനകത്തേക്ക് കടത്തിവിടുള്ളൂ. അതുപോലെ തന്നെ രാവിലെ 8:30 മുതൽ 11:30 വരെ മാത്രമേ ഗവിയിലേക്ക് പ്രവേശനമുള്ളൂ. ആങ്ങമൊഴിയിൽ നിന്ന് ഗവി വഴി വണ്ടിപ്പെരിയാർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ റൂട്ട്. അതൊരു വൺ വേ ആണ്. തിരിച്ചു വരാനായിട്ടുള്ള പ്രൊവിഷനൊന്നുമില്ല. ഗവിയിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. gavi-online.com എന്ന സൈറ്റിൽ നിന്ന് നല്ല ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക, വാഹനത്തിൻ്റെയും പോകുന്ന ആൾക്കാരുടെയും. അപ്പോൾ തന്നെ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് കിട്ടും. പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാൻ ഇപ്പോൾ പ്രൊവിഷൻ ഇല്ല. അവിടെ പോയി ടിക്കറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. കോന്നിയിൽ നിന്നാണ് ഞങ്ങൾ ഗവിയിലോട്ടുള്ള യാത്ര ആരംഭിച്ചത്. കോന്നിയിൽ നിന്ന് തണ്ണിത്തോട്, സീതത്തോട് വഴി ആങ്ങമൊഴി എത്തി. ഇവിടെ ആങ്ങമൊഴിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ കുറച്ച് പോകുമ്പോഴാണ് നമ്മൾ ഗവിയിലേക്കുള്ള എൻട്രി ചെക്ക് പോസ്റ്റിൽ എത്തുന്നത്. പക്ഷേ ഡയറക്റ്റ് അങ്ങോട്ടേക്കല്ല പോകേണ്ടത്. നമ്മൾ ആങ്ങമൊഴി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ആ ടിക്കറ്റ് കൗണ്ടർ, അതായത് ഗോഡ്രിക്കൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉള്ളത്. അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഗവിയിലേക്കുള്ള കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് പോകേണ്ടത്. ഇത് കോന്നിന്ന് തേക്കുതോടേക്ക് പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയുള്ളൊരു റോഡാണ്. ഈ ക്ലിപ്പിംഗ് ഞങ്ങൾ നേരത്തെ ഒരിക്കൽ പോയപ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് മഴയൊക്കെ കാണുന്നത്. ഇപ്രാവശ്യത്തെ യാത്ര പോയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പോയത് ഒക്ടോബർ അവസാനമാണ്. ലോക്ക്ഡൗണും ഇത് നിയന്ത്രണങ്ങളും ഒക്കെ കഴിഞ്ഞ് ഗവിയൊക്കെ തുറന്നു കൊടുത്ത ആ ഒരു സമയത്താണ് നമ്മൾ പോയത്. തണ്ണിത്തോടോട്ട് പോകുമ്പോൾ, തണ്ണിത്തോട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് മുണ്ടകമൊഴി എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. അവിടെ അടുത്താണ് അടവി എക്കോ ടൂറിസം. കല്ലാറാണ്. ആ കല്ലാറിലാണ് ഇക്കോ ടൂറിസവും അതിൻ്റെ കുട്ടവഞ്ചി സവാരിയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടവഞ്ചി. കൂടുതലും രസം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമും കൂടെ ഉള്ളപ്പോഴാണ് കുറച്ചും കൂടെ ഒരു സാഹസികമായ ഒരു യാത്ര. അപ്പ് സ്ട്രീം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചാൽ അറിയാം ഡൗൺ സ്ട്രീമും കൂടെ ഉള്ള സമയമാണോ എന്ന്. എല്ലാ സമയത്തും അവിടെ ഡൗൺ സ്ട്രീം ഉണ്ടാവില്ല. കാരണം മഴയും നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഡൗൺ സ്ട്രീം അവർ റൺ ചെയ്യുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഡൗൺ സ്ട്രീം ബോട്ട് യാത്ര. അങ്ങനെ നമ്മൾ മുണ്ടകമൊഴി പാലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു, മഴക്കാലമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് തണ്ണിത്തോടോട്ടുള്ള ആ വനമേഖലകൾ കുറച്ചും കൂടി നാച്ചുറൽ വനമാണ്, തേക്കും കാടുകളല്ല. ഈ വഴി ഇപ്പം റോഡൊക്കെ വളരെ നല്ലതാക്കിയിട്ടിട്ടുണ്ട്. കൂടുതൽ ശബരിമല പോകുന്നവരിപ്പോൾ ഈ വഴി പ്രിഫർ ചെയ്യാറുണ്ട്. തണ്ണിത്തോട് നിന്ന് ചിറ്റാറോട്ട് പോകുമ്പോൾ ഒരു കുറച്ച് ഭാഗം, ഏകദേശം ഒരു 1-2 കിലോമീറ്ററേ വരികയുള്ളൂ. നല്ല വനമാണ്. അവിടുത്തെ റോഡ് ഇൻ്റർലോക്ക് ഇട്ടാണ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. മരങ്ങളൊക്കെ ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങളാണ്. ഈ വീഡിയോയിൽ അത് എന്തുമാത്രം ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും കുറച്ച് ദൂരമേ ഉള്ളെങ്കിലും നല്ല രസമാണ് ആ റോഡിൽ കൂടെ പോകാനും ആ വലിയ കാട്ടിൽ കൂടെ പോകാനും. അങ്ങനെ നമ്മൾ റാന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഗവി ടിക്കറ്റ് കൗണ്ടറിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഗവിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ്. നല്ല പേരാണല്ലേ, കൊച്ചാണ്ടി. ഇവിടെ തന്നെ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ ചെറിയ 2 അരുവികളുണ്ട്.
അഥവാ എന്തെങ്കിലും കാരണവശാൽ നമ്മളിവിടെ നേരത്തെ എത്തുകയാണെങ്കിൽ അവിടെ ഇറങ്ങി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് യാത്ര തുടരാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഗവിയിലേക്കുള്ള ആ ഒരു വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡ് കുഴപ്പമില്ല, നല്ല റോഡാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടായിരുന്നു, ഇപ്പോൾ ഈവൻ കോന്നിയിൽ നിന്ന് ഗവി വരെയുള്ള ദൂരം പോലും ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ചാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി അങ്ങ് വണ്ടിപ്പെരിയാർ ചെന്ന് ഇറങ്ങാൻ തന്നെ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം എടുത്തു. ഇനിയിപ്പോൾ അങ്ങേയറ്റം വരെ കാടിൻ്റെ ഭംഗിയാണ്, പല പല രീതിയിലുള്ള കാടിൻ്റെ ഭംഗി. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു ചെറിയ അരുവിയുടെ അടുത്തൂടെ പോകും. ഒരു ചെറിയ വളവൊക്കെയാണ്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. അവിടെ നിന്ന് നമുക്ക് ഈ അരുവിയിലൊക്കെ ഇറങ്ങാം. ഭയങ്കര തണുത്ത വെള്ളമാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു വേണം, അട്ടയുടെ ശല്യം ഉണ്ടാവും. ചെറിയ രീതിയിലൊക്കെ അട്ടകടിയൊക്കെ നമുക്കും കിട്ടി. അപ്പം മണ്ണെണ്ണ കൈ കരുതി കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാലിലൊക്കെ മണ്ണെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ ഈ അട്ടകടിയൊക്കെ കുറയും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ യാത്രയിൽ അതൊന്നും കരുതിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അട്ടകടിയൊക്കെ കിട്ടി. ഈ യാത്രയിൽ നമ്മൾ 5 ഡാമുകളാണ് കവർ ചെയ്യുന്നത്. മൂഴിയാർ ഡാമുണ്ട്, കക്കി ഡാമുണ്ട്, പമ്പ ഡാമുണ്ട്, ആനത്തോട് ഡാമുണ്ട്, പിന്നെ ഗവിയുടെ ഒരു റിസർവോയറും ഉണ്ട്. ഈ റോഡൊക്കെ ഇത്തിരി മോശമാണ്, ഒത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. വളരെ പതുക്കെ മാത്രമേ ഈ റോഡിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുള്ളൂ. ഈ മൂഴിയാർ ഡാമും പമ്പ, കക്കി ഡാമൊക്കെ ചേർന്നിട്ട് ഉള്ള നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് ശബരിഗിരി ഇലക്ട്രിക് പ്രോജക്റ്റ്. അത് 1966 സ്റ്റാർട്ട് ചെയ്തത്. 300 മെഗാവാട്ടാണ് അതിൻ്റെ ഉൽപ്പാദന ശേഷി. ഇവിടെ കലിങ്കിൽ ഒരാൾ വെയിൽ കാഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. മുമ്പ് ഈ ബൈക്കിൽ പോയ 2 ചേട്ടന്മാരാണ് ഇവിടെ ചേരച്ചേട്ടൻ വെയിൽ കൊണ്ട് കിടക്കുന്നത് കാണിച്ചത്. ആളുടെ നോട്ടം കണ്ടില്ലേ, നമ്മളെന്തെങ്കിലും ചെയ്യുമോ, ചെയ്യാൻ വരുന്നുണ്ടോ എന്നുള്ള നോട്ടമായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡാമായിട്ടുള്ള മൂഴിയാർ ഡാമിലെത്തിയിരിക്കുകയാണ്. ശരിക്കും എവിടെ നിന്ന് എൻഗേജ്മെൻറ്റ് ഏരിയ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നല്ല ലൊക്കേഷനൊന്നും കിട്ടിയില്ല. കുറച്ചുകൂടെ നമ്മൾ പോകുമ്പം കക്കി ഡാമിൽ നിന്നും പമ്പ ഡാമിൽ നിന്നും ഈ മൂഴിയാറിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകൾ കാണാം. ഇനിയിപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ മലനിരകളുടെയും പുൽമേടുകളുടെയും ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ശരിക്കും വനഭംഗി, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആർക്കാണെങ്കിലും എത്ര നാളുകൾ വേണമെങ്കിലും ആസ്വദിക്കാനുള്ള ഭംഗി ഈ ഗവി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഗവിയിൽ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ അനുവാദമില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് അവർ ചോദിക്കും എത്ര പ്ലാസ്റ്റിക് ബാഗുകളുണ്ട്, കവറുകളുണ്ട്, കുപ്പികളുണ്ട്, പാത്രങ്ങളുണ്ട് എന്ന് എല്ലാം കൃത്യമായിട്ടും നമ്മളവിടെ എണ്ണം പറഞ്ഞിട്ട് പോകണം. ഇനി നമ്മൾ പോകുന്നത് ഗവി യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ്. കക്കി ഡാമിൻ്റെയും പമ്പ ഡാമിൻ്റെയും റിസർവോയറിൻ്റെ കാഴ്ചകളിലേക്ക്. ഈ റിസർവോയറിൻ്റെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പോൾ കൂട്ടുകാരെ,
ഇനിയുള്ള ഗവിയുടെ മനോഹരമായ കാഴ്ചകൾ അത് നിങ്ങളുടെ കണ്ണിൽ കൂടി തന്നെയാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സഞ്ചാരി ഈ യാത്രാ വിവരണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു യാത്രാ വിവരണവുമായി എത്രയും വേഗം നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. സ്നേഹം.